വീട്ടിനുള്ളിലെ അച്ചടക്കത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. വീട്ടിന്റെ ഉള്ളിൽ എപ്പോഴും കയറിയിറങ്ങുന്ന മക്കൾ അല്ലെങ്കിൽ അടിമകളായി ഉള്ള ആളുകൾ, സെർവൻസിനെ കുറിച്ചൊക്കെ അങ്ങനെ ഈ നിയമം അവർക്ക് ബാധകമാണ്. വീട്ടിലൊക്കെ ഇടപഴകുന്ന അല്ലെങ്കിൽ അത്തരക്കാർ അവരെപ്പോഴും സമ്മതം ചോദിച്ചിട്ടേ കിടക്കാവൂ. പ്രായപൂർത്തി എത്തിയവർ, അവർക്ക് ഒരു എക്സെപ്ഷനും ഇല്ല. ഒരാളുടെ റൂമിലേക്ക് കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരെ അറിയിച്ച് തള്ളി തുറന്ന് കിടക്കാൻ പാടില്ല എന്നർത്ഥം. അതൊരു ഓഫീസ് റൂമിലേക്ക് ചെല്ലുകയാണെങ്കിൽ അതിന്റെ ഒരു ജനറൽ കേർട്ടസി, നമ്മൾ അവിടെ സമ്മതം ചോദിക്കണം. ഒന്ന് നോക്ക് ദ ഡോർ, അറിയിക്കണം. നമ്മൾ പെട്ടെന്ന് എന്തോ കണ്ടുപിടിക്കാനുള്ള ഒരു ധാരണയിൽ ഞാൻ പിടിച്ചേ, ഞാൻ കണ്ടേ എന്ന രീതിയിൽ നമ്മൾ സ്പൈ ചെയ്യുന്ന പരിപാടി മുസ്ലിമീങ്ങൾക്ക് പാടില്ല എന്ന് ചുരുക്കം. അത് നമ്മൾ ചെയ്യേണ്ട പണിയല്ല, അത് അല്ലാഹുവിൻ്റെതാണ്. നമ്മൾ ആരെയും വിചാരണ ചെയ്യാൻ പോന്നവരല്ല. നമ്മൾ അല്ലാഹു വിചാരണ ചെയ്താൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ബേജാറിലാണ്. പിന്നെ നമ്മൾ എന്തിനാ ബാക്കിയുള്ളവന്റെ വിഷയത്തിലേക്ക് തലയിട്ട് നോക്കുന്നത്? അതുകൊണ്ട് എല്ലാ വിധത്തിലുമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രൈവസി അല്ലാഹു അനുവദിച്ചു കൊടുക്കുന്നതാണ്. എന്ന് ഏറ്റവും കൂടുതൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് നമ്മുടെ ജേർണലിസ്റ്റുകളുടെ മുമ്പിലാണ്. ഇന്നത്തെ പത്രക്കാർ അല്ലെങ്കിൽ മീഡിയ ചാനലിന്റെ റിപ്പോർട്ടർമാർ വീഡിയോ ക്യാമറകളുമായി ഓരോ സൈറ്റുകളിൽ 14 ജില്ലക്ക് 14 ആളുകളായിട്ട് ആകെ പറയാനുള്ളത് ഗീബത്തും നമീമത്തുകളും, ഒരു മനുഷ്യന്റെ കുടുംബജീവിതത്തെ സംബന്ധിച്ച്, വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച്, ഇങ്ങനെ മനുഷ്യന്റെ അഭിമാനം വിറ്റിട്ട് എക്സ്ക്ലൂസീവ് ന്യൂസുകൾ ഉണ്ടാക്കുന്ന കാലമാണ്. ഒരു മനുഷ്യന്റെ അഭിമാനത്തെ തൊട്ടുകളിക്കാൻ അള്ളാഹു അനുവദിച്ചില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തീർത്തു പറയാൻ. അതിന്റെ അങ്ങേയറ്റം കിടക്കുന്ന ലൂപ്പ് ഹോളുകൾ അടക്കുകയാണ് അല്ലാഹു തആല. വീട്ടിനുള്ളിൽ നിങ്ങൾ മറ്റൊരാളിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോ കൊച്ചുമക്കൾക്ക് നിങ്ങൾ സമ്മതം ചോദിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. ആ കൊച്ചുമക്കൾ വലിയ മക്കളായി കഴിഞ്ഞാൽ അവരെപ്പോഴും സമ്മതം ചോദിച്ചിട്ടേ കടക്കാവൂ. വീട്ടിന്റെ ഉള്ളിൽ തന്റെ മുതിർന്നവരായ അല്ലെങ്കിൽ താഴെയുള്ള പ്രായപൂർത്തി എത്തിയവരുടെ റൂമിലേക്ക് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, പ്രായപൂർത്തിയാകാത്ത മക്കൾ 3 സമയങ്ങളിൽ, ഫജ്റിന്റെ മുമ്പും ളുഹറിന് ശേഷം, വഹീന തദഊന തിയാബകും മിനൽ ദുഹീറ, അതേപോലെ വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നിസ്കാരം കഴിഞ്ഞാലും ചെറിയ മക്കൾ സമ്മതം ചോദിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ അതിനനുസരിച്ച് എന്തു വേണം? മനുഷ്യന്റെ താമസ സ്ഥലത്ത് ലോക്ക് വേണം, അല്ലെങ്കിൽ അവിടെ സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം. തള്ളി വരാൻ പറ്റാത്ത രീതിയിലായിരിക്കണം നിങ്ങൾ സ്വകാര്യതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് എന്നർത്ഥം. ഇനി അല്ലാഹു പറയുന്നത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والقواعد من النساء اللاتي لا يرجون نكاحا فليس عليهن جناح أن يضعن ثيابهن غير متبرجات بزينة وأن يستعففن خير لهن والله سميع عليم. والقواعد من النساء, സ്ത്രീകളിൽ ഇരുത്തം ചെന്ന ആളുകൾ. ആരാണ് ഖവാഇദ് എന്ന് പറഞ്ഞാൽ? അല്ലാത്തി ലാ യർജൂന നികാഹൻ, അല്ലാത്തി ലാ യർജൂന നികാഹൻ, ഒരു കല്യാണം ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയില്ല, അങ്ങനെ പ്രായമെത്തിയിട്ടുണ്ട് അത്തരം വൃദ്ധകളായ പെണ്ണുങ്ങൾ. ഫലൈസ അലൈഹിന്ന ജുനാഹ്, അവർക്ക് വിരോധമില്ല. അൻ യദഅന തിയാബഹുന്ന, അവരുടെ മേൽവസ്ത്രം അവർ എടുത്തു വെക്കൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മുഖം മറക്കുന്ന ജിൽബാബിനാണ് ഇവിടെ ഈ തിയാബഹുന്ന എന്ന പ്രയോഗം. അതവരെ ഒഴിവാക്കിയത് കൊണ്ട് പ്രശ്നമില്ല. എവിടെ എന്നൊക്കെ പറയാം. ഗൈറ മുതബർരിജാത്തിൻ ബിസീന, ഈ വൃദ്ധകളാണെങ്കിൽ തന്നെ അലങ്കരിച്ച് സൗന്ദര്യവതികളായി പുറത്തിറങ്ങി നടക്കാത്ത രീതിയിൽ ആണെങ്കിൽ അവർക്ക്
ഈ മേൽവസ്ത്രം വീടിന്റെ ഉള്ളിൽ അന്യ ഒരാൾ കടന്നു വന്നാൽ എടുത്തു വെക്കുന്നതിന് വിരോധമില്ല. ഒന്നുകൂടെ, ഒരു പെണ്ണ് അന്യ ഒരു പുരുഷന്റെ മുമ്പിൽ അവളുടെ ഔറത്ത് ശരീരം മുഴുവനാണ് എന്ന പ്രബലമായ അഭിപ്രായത്തിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് ഈ ആയത്ത്. ഒരു ഉമ്മൂമ്മ, എങ്ങനത്തെ ഉമ്മ? അല്ലാത്തി ലാ യർജൂന നികാഹൻ, അവരിനി ആരും കല്യാണം കഴിക്കൂല. അത് മാത്രമല്ല, അവരെ കണ്ടിട്ട് ആർക്കും അങ്ങനെ ഒരു തോന്നലോ ഒരു വൈകാരികമായ ചിന്തയൊന്നും തോന്നൂല. ഖവാഇദ് എന്ന് പറഞ്ഞാൽ ഹൈള് രക്തം, അവരുടെ ആ ഒരു മെൻസ്ട്രേഷൻ പോലും നിന്നുപോയിട്ടുണ്ട്. ഖവാഇദ് എന്ന് പറഞ്ഞാൽ അവർക്കിനി മക്കൾ ജനിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇനി കുട്ടികളൊന്നും ഉണ്ടാവില്ല, അങ്ങനെ പ്രായമെത്തിയിട്ടുണ്ട്. വൽ ഖവാഇദ്, അതിന് മറ്റൊരർത്ഥം അവരെ കണ്ടാൽ ആർക്കും ഒരു വൈകാരികതയും തോന്നാത്ത പ്രായമെത്തിയവർ. അവരൊരു പുരയിലിരിക്കുമ്പോ അവിടുത്തെ ഫ്രിഡ്ജ് നന്നാക്കാൻ അല്ലെങ്കിൽ ചുമരിന് ഒരു റിപ്പയർ വർക്ക് ചെയ്യാൻ അന്യൊരാൾ കടന്നു വന്നു. അവരുടെ മുമ്പിൽ ജിൽബാബ്, മുഖം മറച്ചുകൊണ്ടേ അവർ നിൽക്കാവൂ. പക്ഷേ ഇങ്ങനത്തെ പെണ്ണുങ്ങൾ, അങ്ങനെ അന്യരാൾ അവരുടെ വീട്ടിലേക്ക് വന്നാൽ, കാരണം തൊട്ട് മുമ്പത്തായത്തും വീട്ടിനുള്ളിലെ ചർച്ചയാണ്, വീട്ടിലേക്ക് വന്നാൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ആ മുഖം മറക്കുന്ന ജിൽബാബ് അവരെടുത്തു വെച്ചു, കുഴപ്പമില്ല. ബാക്കി ശരീരമൊക്കെ മറച്ചു കിടക്കുകയാണ്, ആ ജിൽബാബ് അവരെടുത്തു വെച്ചത് കൊണ്ട് കുഴപ്പമില്ല. ഗൈറ മുതബദ്ദിജാത്തിൻ ബിസീന, അവിടെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ടാകരുത്. മുഖക്കണ്ണ് കണ്ടുനോക്കുമ്പോ ലിപ്സ്റ്റിക് ഇട്ട ഉമ്മൂമ്മയാണ്, അത് പറ്റില്ല. ഉമ്മുമാരൊക്കെ ലിപ്സ്റ്റിക് ഇട്ട് ഇറങ്ങുന്ന കാലാണിത്. നമ്മുടെ നാട്ടിലെ കുറവാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഭാഗത്താണ് ഇത് ധാരാളം കാണല്. 90 വയസ്സായാലും ഉമ്മുമ്മ ലിപ്സ്റ്റിക് ഒന്നും തേക്കാതെ പുറത്തിറങ്ങൂല, അവരുടെ കയ്യിൽ അത് കാണും. ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ പോലെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ. ഖുർആൻ പറയാണ്, അങ്ങനെയൊക്കെ വല്ല സൗന്ദര്യവും മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മറച്ചേക്കണം. അതൊന്നുമില്ല. എന്ത് ഉമ്മൂമാനെ കണ്ടിട്ട് എന്ത് തോന്നാനാണ്? അങ്ങനത്തെ ഉമ്മൂമ്മമാർക്ക് എന്ത് ചെയ്യാം? ആ വസ്ത്രം താഴെ വെക്കുന്നത് കൊണ്ട് വിരോധമില്ല. എന്താ അള്ളാഹു പറയുന്നത്? എന്നാലും ആ വസ്ത്രം കൊണ്ട് മറക്കൽ തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലത് തന്നെയാണ്. അള്ളാഹു ഒരു ഇളവ് തരികയാണ്, അല്ലെങ്കിൽ താഴെ വെച്ചേക്കണം. ആ മുഖം മറക്കുന്ന ജിൽബാബുകൾ എടുത്തു വെച്ചോളി, എന്നാൽ അത് വെക്കൽ തന്നെയാണ് ഖൈറ് കേട്ടോ. കാലം ഇങ്ങനെയൊക്കെ വരുന്നൊക്കെ അള്ളാഹു തആലക്ക് അറിയൂലേ? സുബ്ഹാനല്ലാഹ്. എന്നാലും അത് തന്നെയാണ്. ഏതെങ്കിലും ഒരു ഭ്രാന്തന് ആ ഒരു ഉമ്മൂമ്മയോട് അങ്ങനെ തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും? കള്ളു കുടിച്ചു വരുന്ന മനുഷ്യന്മാരാ, ഉമ്മയാണോ പെങ്ങളാണോ ആങ്ങളെ തിരിയാത്ത കാലമാണ്. എന്നാൽ അത് ധരിക്കൽ തന്നെയാണ് കേട്ടോ ഖൈറ് എന്ന് അല്ലാഹു തആല പറയുന്നു. വല്ലാഹു സമീഉൻ അലീം. ഇങ്ങനെ ഒരു നിയമം അല്ലാഹു ഇറക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണോ പിറുപിറുക്കാൻ പോകുന്നത്, ഇത് സമീഉൻ, അല്ലാഹു ശരിക്കും കേൾക്കുന്നവനാണ്. അലീം, ഇങ്ങനെ അല്ലാഹു ഒരു നിയമം അവന്റെ സൃഷ്ടികളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ ഉദിക്കാൻ പോകുന്ന ചിന്തകൾ, ഇതെല്ലാം അല്ലാഹുവിനറിയാം കേട്ടോ. ഇനിയിപ്പോ ചെറുപ്പക്കാരിയുടെ കാര്യം പറയണോ? വല്യമ്മമാരുടെ കഥയാണ് ഈ പറയുന്നത്. ഖുർആന്റെ ശൈലി നോക്കണം. അതങ്ങ് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ഇനി ഇത് എന്താ ഇനി പറയാൻ? അപ്പൊ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല ഒരു ഭാഗത്ത്, നമ്മളൊരു ഭാഗത്ത്, ഈ രീതിയിലാണ് ഇപ്പോ നമ്മുടെ ലോകത്തിന്റെ പോക്ക്. ഇങ്ങനെയാണ്. അല്ലാഹുലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു വിളിക്കാൻ. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ നമ്മുടെ സദ്യകളിൽ, സൽക്കാരങ്ങളിൽ, കല്യാണങ്ങളിൽ ഉള്ള ഈ കൂടി കലരലുകൾ, അങ്ങാടികളിലൂടെയുള്ള പെണ്ണുങ്ങളുടെ വിലസലുകൾ, ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന സംഭവങ്ങൾ, ജുമുഅ ജമാഅത്തിന് പോലും പോകരുതെന്ന് അല്ലെങ്കിൽ ഇസ്ലാം അങ്ങേയറ്റം ഡിസ്കറേജ് ചെയ്തൊരു വിഷയം അതാണ്. അതൊക്കെ നമ്മൾ ശരിക്കും പാലിക്കുന്നുണ്ട്. പക്ഷേ അവര് പല കാരണങ്ങളും പറഞ്ഞ് പല വേദികളിലേക്കും പോകുന്നുണ്ട്. അത് ചിലപ്പോൾ ഉറൂസായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വാദ പരിപാടി തന്നെ ആയിരിക്കാം. എന്നാൽ തന്നെയും അള്ളാഹു പറഞ്ഞ മറ പാലിച്ചുകൊണ്ടല്ലാതെ അള്ളാഹു അത് അനുവദിച്ചിട്ടില്ല. നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ള വേറെ വിഷയം.
എന്നാ പിന്നെ പെണ്ണുങ്ങൾ അങ്ങാടി പോകുന്നില്ലേ? പോകുന്നുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം ആ ഭർത്താവിനുണ്ട്. അവരുടെ അവരുടെ കൈകാര്യകർത്താവ് ആരാണോ അവർക്ക് അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. ഗ്രോണപ്പ് ആണെങ്കിൽ അവർക്ക് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം. അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ പോയാൽ പള്ളി എങ്ങനെ നജസായത് കൊണ്ടാകും എന്നാണോ നമ്മൾ പള്ളിയിലേക്കുള്ള യാത്രയെ സംബന്ധിച്ച്, പള്ളിയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് നിരുത്സാഹപ്പെടുത്താൻ കാരണം? അല്ല, അതുകൊണ്ടൊന്നുമല്ല. വ്യഭിചാരവും അതുപോലെയുള്ള പ്രശ്നങ്ങളും സംഭവിക്കുന്നത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നാണ്. അതിന്റെ സാഹചര്യം ഒരുക്കുന്നത് അവരാണ്. നല്ല അച്ചടക്കത്തിൽ പർദ്ദ ധരിച്ച് ജിൽബാബ് ധരിച്ച് നടന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു സിംഗിൾ കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? നല്ല അച്ചടക്കത്തിൽ വേഷം വിട്ട് നടക്കുന്ന ഒരു പെണ്ണിന് ആരാണ് അങ്ങനെ വൈകാരികതയിൽ മൃഗങ്ങൾക്ക് തോന്നുന്ന പോലെ വൈകാരികത ആർക്ക് തോന്നുന്നു? ആരോടായി തോന്നുന്നത്? ടീഷർട്ടും ടൈറ്റ് ജീൻസും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും തുറന്ന് കാണിച്ചിട്ടും അല്ലാതെയും നാലാളൊന്ന് നോക്കട്ടെ എന്ന ചിന്തയിൽ ഈ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയിരിക്കും അല്ലേ? റേപ്പ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന അങ്ങനെ എന്ത് മനുഷ്യനെ അള്ളാഹു പടച്ചത് അങ്ങനെയാണ്. അങ്ങനെ ഒരു വൈകാരികത ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യ്, നിനക്ക് ഞാൻ സ്വർഗം തരാൻ പോകുന്നുണ്ട്. അതാണ്. ഇങ്ങനെ ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അള്ളാഹു സ്വർഗം തരേണ്ട കാര്യം? തോന്നുന്നതൊക്കെ ചെയ്താൻ പറ്റുന്ന ലോകമാണെങ്കിൽ എന്തിന് അള്ളാഹു പ്രതിഫലം തരണം? അതുകൊണ്ട് ആണ് സൂക്ഷിക്കുക, പെണ്ണ് ശരിക്കും സൂക്ഷിക്കുക. ആണുങ്ങൾ പുറത്തിറങ്ങിയേ പറ്റൂ. അവർക്ക് ജോലി നോക്കണം, അവർ കുടുംബം പുലർത്തേണ്ടവരാണ്. പെണ്ണിനോട് ജോലിക്ക് പോയിക്കോ, ഞാൻ പുറക്ക് നിൽക്കാമെന്ന് ഒരാണിനും പറയാൻ പാടില്ല. ആണ് ജോലിക്ക് പോകേണ്ടവനാണ്, അവനതിൽ ചോയ്സ് ഇല്ലെന്നാണ്. പെണ്ണ് ഓപ്ഷണൽ. അവൾക്ക് ഇസ്ലാമികമായ രീതിയിൽ ഒരു ജോലി അവൾക്ക് ലഭ്യമാണ്, അവൾക്ക് സാധ്യമാണ്. അവിടെ ഒരു ഇഖ്തിലാത്ത്, ആണ് പെണ്ണുങ്ങൾ മിങ്കിൾ ചെയ്യുന്ന പ്രശ്നമില്ല. വളരെ റാഹത്തായി ഇസ്ലാമികമായി പറ്റുന്നൊരു ജോലിയുണ്ട്, ഭർത്താവിന് സമ്മതവുമാണ്, അവൾ പൊയ്ക്കോട്ടെ. പെണ്ണിനെ പറഞ്ഞയക്കാൻ പാടില്ല ഭർത്താവ്. പക്ഷേ ഭർത്താവ് പുറത്തിറങ്ങിയേ പറ്റൂ. അതുകൊണ്ട് പെണ്ണുങ്ങൾ പുറത്തിറങ്ങുമ്പോ അവര് പാലിക്കേണ്ട അച്ചടക്കം ഭയങ്കരമാണ്. ഗുരുതരമായ വീഴ്ചകൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മളങ്ങോട്ട് വല്ല കേസുകളും നടന്നാൽ അങ്ങോട്ട് ഈ ചെയ്ത ആളുകളെ ഡെത്ത് പെനാൽറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇത് സംഭവിക്കാനുള്ള പഴുതുകൾ അല്ലാഹു അടക്കുകയാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. മൃഗങ്ങളെ പോലെ ജീവിക്കല്ല, മനുഷ്യനായിട്ട് ജീവിക്ക്. സുബ്ഹാനല്ലാഹ്, നീ മനുഷ്യനായിട്ട് ജീവിക്ക്, നീ മൃഗമായിട്ട് ജീവിക്കല്ല. അള്ളാഹുവിനെ അനുസരിക്കുന്ന നീ ആബിദാവ്, അള്ളാഹുവിനെ അനുസരിക്കുന്നവനായിട്ട് ജീവിക്ക്. അള്ളാഹു പറഞ്ഞ വസ്ത്രവിധാനം നീ സ്വീകരിക്ക്. ഒരു വൃദ്ധയോട് അള്ളാഹുവിന്റെ കൽപ്പന ഇതാണെങ്കിൽ ചെറുപ്പക്കാരികൾ, മറ്റു പെണ്ണുങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടവരാണ്. അള്ളാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിന്റെ വേഷം നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഷമാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ.